ശ്ലീഹ ഏഴാം ഞായർ. രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന ഒരുവൻ്റെ ചോദ്യത്തിന് കർത്താവ് നൽകുന്ന ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം. കർത്താവ് നൽകുന്ന ഉത്തരം ഇതാണ്: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കണം. രക്ഷ നേടുന്നത് ഒരു ഭവനത്തിലേക്ക് എന്നതുപോലെയാണ്. ആ ഭവനത്തിൻ്റെ വാതിലും ഇടുങ്ങിയതാണ്. പൊതുവെ അടച്ചിട്ടിരിക്കുന്ന ഒരു വാതിൽ. ഉടമസ്ഥൻ വന്ന് വാതിൽ തുറന്നു കൊടുക്കണം അതിലൂടെ അകത്ത് പ്രവേശിക്കുവാൻ. പുറത്തുനിന്നും മുട്ടി വിളിച്ച് പറഞ്ഞാണ് അകത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നവർ ആഗമന വിവരം അറിയിക്കുന്നത്. അതിന് അകത്തു നിന്ന് വരുന്ന മറുപടി ശ്രദ്ധേയമാണ്: നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. വെളിയിലുള്ളവരെ കാണാതെ തന്നെ എങ്ങനെ ഗൃഹനാഥൻ അന്യരായി അവരെ തിരിച്ചറിയുന്നു? എന്നാൽ സ്വീകാര്യരായി തങ്ങളെ തിരിച്ചറിയാനുള്ള തെളിവുകൾ നിരത്തുകയാണ് വെളിയിൽ നിന്ന് കതകിൽ മുട്ടുന്നവർ. നിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നീ ഞങ്ങളെ പലയിടങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഗൃഹനാഥൻ ആവർത്തിച്ച് പറയുകയാണ്: നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഞാൻ അറിയുന്നില്ല. ആരെല്ലാം രക്ഷപ്പെടും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഗൃഹനാഥൻ്റെ വാക്കുകളിൽ നാം കാണുന്നത്. ഇവിടെ ആരെല്ലാമാണ് രക്ഷപ്പെടാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരവും ലഭിക്കുകയാണ്. നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്നവരാണ്, അതിനാൽ നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. പിന്നെ ഗൃഹനാഥൻ പറയുകയാണ്: ആബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, പ്രവാചകന്മാർ എന്നിങ്ങനെ എല്ലാവരും ഒരുപാട് പേർ ഈ ഭവനത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇനി കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും, അതായത് എല്ലാ ദിശകളിൽ നിന്നും ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനാൽ സമയപരിധിയില്ലാതെ എല്ലാ കാലവും എല്ലാ ദിശകളിൽ നിന്നും ഒരുപാട് പേർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അവിടെ വലിയൊരു വിരുന്നാണ് നടക്കുന്നത്. അവർ അതിൽ സംബന്ധിക്കും. അത് നിത്യമായ സന്തോഷത്തിൻ്റെ ഒരു ഇടമാണ്. അവിടെ കർത്താവ് പറയുകയാണ്: രക്ഷപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് എന്ന്. രക്ഷയെക്കുറിച്ചുള്ള ചോദ്യം അന്നും ഇന്നും പ്രസക്തമാണ്. അത് എന്നും പ്രസക്തമായ ഒരു ചോദ്യമായിരിക്കും. ഇടുങ്ങിയ വാതിൽ ഒന്നാമതായി മരണത്തിൻ്റെ പ്രതീകമാണ്. രക്ഷപ്പെട്ട് ചെന്നെത്തുന്ന ലോകം മറ്റൊരു ലോകമാണ്. അവിടേക്ക് കടക്കുവാനുള്ള മാനദണ്ഡം ഇതാണ്: അകത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നവർ, ശ്രമിക്കുന്നവർ ഗൃഹനാഥൻ അറിയുന്നവർ ആയിരിക്കണം. നന്മ ചെയ്യുന്നവരെയാണ് അവിടുന്ന് അറിയുന്നത്. വെറും സാന്നിധ്യമല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്തു എന്നല്ല നമ്മൾ വിളിച്ച് പറയേണ്ടത്, ഞാൻ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ഓരോരുത്തരും തെളിയിക്കേണ്ടത്. ചോദ്യകർത്താവിന് ഗൃഹനാഥൻ നൽകുന്ന ഉത്തരം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ വെളിപ്പെടുത്തുന്നതാണ്. ഇടുങ്ങിയ വാതിലിലൂടെ കടക്കേണ്ട ഒരിടമാണ് സ്വർഗരാജ്യം. അവിടേക്ക് ഇതുവരെ എത്തിയവർ അനേകരാണ്. നൂറ്റാണ്ടുകളായി അവർ അവിടത്തേക്ക് കടന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വീട് പോലെയുള്ള കൂട്ടായ്മയുടെ ഇടമാണ് സ്വർഗരാജ്യം. ദൈവം ഒരു ഗൃഹനാഥനെ പോലെയാണ്. വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും ഗൃഹനാഥനാണ്. ആഹ്ലാദത്തിൻ്റെ ഇടമാണ് സ്വർഗരാജ്യം. ഇങ്ങനെ ഇന്നത്തെ സുവിശേഷത്തെ നമുക്ക് വിശദീകരിക്കാം. ഗൃഹനാഥൻ ഇടുങ്ങിയ വാതിൽക്കൽ ആഗതരെ കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഇടുങ്ങിയ വാതിൽ. ഞാനാണ് ആടുകളുടെ വാതിൽ. യോഹന്നാൻ 10:7. ഇടുങ്ങിയ വാതിലിലൂടെയാണ് കർത്താവും കടന്നുപോയത്. കല്ലറയുടെ ഇടുങ്ങിയ വാതിലിലൂടെയാണ് അവിടുന്ന് പുനരുത്ഥാനത്തിലേക്ക് കടന്നു ചെന്നത് എന്ന ചിന്തയ്ക്കും ഇവിടെ പ്രസക്തിയുണ്ട്. മരണം ഇടുങ്ങിയ വാതിലാണ്. അതിലൂടെയല്ലാതെ ആർക്ക് നിത്യജീവിതത്തിലേക്ക് കടക്കാനാകില്ല. അത് ഈ ലോകത്തോട് വിട പറഞ്ഞ് കടന്നു ചെല്ലേണ്ട മറ്റൊരു ലോകമാണ്. അതുമല്ലെങ്കിൽ അത് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുകൂടിയാണ്. സ്വർഗരാജ്യം നമ്മളെല്ലാം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പുതിയ ലോകമാണ്. അവിടെയാണ് രക്ഷ, റിഡംഷൻ. നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് വീണ്ടെടുക്കുന്നതാണ് രക്ഷ അല്ലെങ്കിൽ റിഡംഷൻ. ഈ ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് അതീതമാണ് ദൈവരാജ്യം. ഈ ലോകം നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ സ്വർഗരാജ്യം നേടാനാവൂ എന്ന ഉൾക്കാഴ്ചയിലേക്കും കർത്താവ് നമ്മെ നയിക്കുകയാണ്. രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. അപകടത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ മാത്രമല്ല, അത് ഉപേക്ഷിച്ചതിന് പകരം അതിലും വലുത് നേടുന്നത് കൂടിയാണ് റിഡംഷൻ.
നിത്യമായി നിലനിൽക്കുന്നതിനെയാണ് നേടിയെടുക്കേണ്ടത്. ഉറുമ്പരിക്കാത്ത ചിതൽ തിന്നാത്ത നിധികൾ. മത്തായി 6:19. സൂക്ഷിച്ച് വയ്ക്കാവുന്നത് സ്വർഗത്തിലാണ്. അതായത് നിധികളുടെ സ്വഭാവം ഇവിടെ മാറുകയാണ്. ഇടുങ്ങിയ വാതിൽ എന്ന പ്രതീകത്തിൻ്റെ മറ്റൊരർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. ഇടുങ്ങിയ വാതിൽ ചെറുമയുടെ പ്രതീകമാണ്. ചെറിയവർക്കാണ്, അതായത് കുട്ടികൾക്കാണ് ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ സാധിക്കുന്നത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. മത്തായി 11:25. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാക്കുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. മത്തായി 18:1-4. വീണ്ടും ചെറുതാകുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതം അതിൻ്റെ തനിമയിൽ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതാണ് പുനർജന്മം. വീണ്ടും വീണ്ടും ചെറുതായി പുനർജന്മം വരെ നമ്മൾ എത്തണം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ 3:3. ഒരാൾക്ക് കഷ്ടിച്ച് കടക്കാവുന്ന വാതിലിലൂടെ വലിയ ഭാണ്ഡങ്ങളുമായി ഒരാൾക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. മറുവശത്തേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യവുമില്ല. അത് ചെയ്യുന്നത് രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. രക്ഷപ്പെടുന്ന ഇടത്തേക്ക് ഒന്നും കൂടെ കൊണ്ടുപോകേണ്ടതില്ല. അതൊരു പുതിയ ലോകവും സംവിധാനവുമാണ്. ആ ലോകത്തിന് ആവശ്യമായതെല്ലാം അവിടെയുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഇങ്ങനെയൊരു ഉൾക്കാഴ്ച കൂടി നമുക്കിവിടെ ലഭിക്കുന്നു. ഇടുങ്ങിയ എല്ലാറ്റിനെക്കുറിച്ചും നമുക്ക് നിഷേധാത്മകമായ സമീപനമാണ് ഉള്ളത്. കാരണം ഇടുങ്ങിയത് പലതിനെയും ഒഴിവാക്കുന്നതാണല്ലോ. ഇടുങ്ങിയത് സാധ്യതകളെ വെട്ടിച്ചുരുക്കുന്നു. ഇടുങ്ങിയത് ഒരു വ്യക്തിയിൽ സ്വാർത്ഥതയ്ക്ക് പകരം നിൽക്കുന്നു. ഇടുങ്ങിയ മനസ്സെന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഈ നിഷേധാത്മക കാഴ്ചപ്പാടിൽ നിന്നും മാറി ചിന്തിക്കുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. രാജകൊട്ടാരങ്ങൾ, ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ, മതകേന്ദ്രങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിങ്ങനെയുള്ളവയുടെ കവാടങ്ങളും അങ്ങോട്ട് നയിക്കുന്ന റോഡുകളും വിശാലങ്ങളാണ്. അവ കാണുമ്പോൾ വലിയവയെ ഓർത്ത് നമ്മൾ വിസ്മയം കൊള്ളുന്നു. അതോടൊപ്പം നമ്മൾ ചെറിയവയെ അവഗണിക്കുവാൻ തുടങ്ങുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇടുങ്ങിയ വാതിലിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാക്കുകളെ വിലയിരുത്തേണ്ടത്. വലിയ വീടുകൾക്ക് ഇന്ന് വലിയ കവാടങ്ങളും വാതിലുകളും ഉണ്ടെങ്കിലും ഒരു ഭവനത്തിന് അത്ര വിശാലത ആവശ്യമില്ല. അതുപോലെ വാതിലുകൾക്കും. ഇവിടെ നമ്മെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഒരു ഭവനത്തിൻ്റെ ചിന്തയിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഉള്ളിലേക്ക് സ്വീകരിക്കപ്പെടുന്നവർ ആ ഭവനത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെയൊരു ഭവനത്തെയാണ് ദൈവരാജ്യമായി കർത്താവ് ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം അങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷമാവുകയാണ്. അത് സ്വയം വലിയവരെന്ന് കരുതുന്നവരുടെ രാജ്യമല്ല. അത് ചെറിയവരുടെ ഒരു ഭവനമാണ്. ഗൃഹനാഥൻ സ്വർഗീയ പിതാവാണ്. ചെറിയവർ എന്ന് കരുതപ്പെടുന്നവർ മുൻപന്മാരാകുന്നു. പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. ഇങ്ങനെ ഇന്നത്തെ സുവിശേഷ ചിന്തകളെ നമുക്ക് പൂർത്തീകരിക്കാം. ചെറുമയുടെ വലിപ്പത്തെ കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ CST.